ഹലോ, അപ്പം നമ്മൾ ബേസിക് ഹെന്ന ഫ്ലോറൽസ് ആണല്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ബേസിക് ഹെന്ന എലമെൻറ്റ്സ് മുഴുവനായിട്ട് നോക്കിക്കഴിഞ്ഞു. ഫ്ലോറൽസിൽ തന്നെ നമ്മൾ ഫസ്റ്റും സെക്കൻഡും നോക്കി, നമ്മൾ തേർഡ് ഫ്ലോറിലാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ മൂന്നാമത്തെ ഫ്ലോറിൽ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് 1ഉം 2ഉം ഫ്ലോറിൽ. ഇനി മൂന്നാമത്തെ ഫ്ലോറിലാണ് നോക്കുന്നത്. 1, 2 വരച്ച പോലെ തന്നെ ആദ്യം സേളാണ് വരയ്ക്കുന്നത്. പിന്നെ ഹംസ് ഇട്ട് കൊടുക്കണം. നമ്മൾ 1ഉം 2ലും ഹംസും സേൾ തന്നെയാണ് ഫസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഹംസ് ഇട്ട് കൊടുക്കണം. ഹംസ് നമ്മൾ ആദ്യം തന്നെ നല്ല സ്ലോ ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് റെഡിയായി വന്നതിന് ശേഷമൊക്കെ നമുക്ക് സ്പീഡ് കൂട്ടി ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ഫ്ലോറിൽ വരയ്ക്കാൻ പോകുന്നത് ഈ ഒരു ടൈപ്പ് പെറ്റലാണ്. കണ്ടോ, ഇതുപോലെയാണ് നമ്മളിതിൽ പെറ്റൽസ് വരയ്ക്കുന്നത്. മൂന്നാമത്തെ ഫ്ലോറലിൽ ഇതുപോലെയാണ് പെറ്റൽസ് വരയ്ക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഹംസ് ഇട്ടതിൻ്റെ ശേഷം പെറ്റൽസ് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇതുപോലെ. അപ്പോൾ സാവധാനത്തിൽ നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മതി. നല്ല സിമ്പിളായിട്ടുള്ള പെറ്റൽസാണ്. കണ്ടോ, ഇതുപോലെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം നല്ല കട്ടിയിൽ വരയ്ക്കരുത് കേട്ടോ. തിന്നായിട്ട് വേണം ഈ പെറ്റൽസ് കൊടുക്കാൻ. പിന്നെ നമുക്ക് ബോൾഡാക്കി കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ തിന്നായിട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഷെയ്ഡിങ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ബോൾഡാക്കി കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ തിക്കായിട്ട് കൊടുത്താൽ നമ്മൾക്ക് ബോൾഡാക്കി കൊടുക്കുമ്പോൾ ഒരു ഭംഗി കിട്ടൂല കേട്ടോ. അപ്പോൾ ആദ്യം തിന്നായിട്ടുള്ള ലൈൻ കൊണ്ട് ഇങ്ങനെ വേണം പെറ്റൽസ് വരയ്ക്കാൻ. കണ്ടില്ലേ, ഇതുപോലെ ആദ്യം നമ്മൾ സേൾ വരച്ചു, പിന്നെ ഹംസ് വരച്ചു, പിന്നെ ഈ ഒരു പെറ്റലും കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു പെറ്റൽസിൽ ഷെയ്ഡ് കൊടുക്കണം. നമ്മൾ കഴിഞ്ഞ പെറ്റൽസിൽ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതുപോലെ തന്നെ ഇങ്ങനെ മുകളിൽ നിന്നും ഇതുപോലെ ഷെയ്ഡ് കൊടുക്കണം. കണ്ടോ, ഇതുപോലെ വേണം നമ്മൾ എല്ലാ പെറ്റൽസിനും ഷെയ്ഡ് കൊടുക്കാം കേട്ടോ. ഷെയ്ഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ തിന്നായിട്ട് ഒരുപാട് ലൈൻ ഇങ്ങനെ കൊടുക്കുക. അതിനാണ് ഷെയ്ഡിങ് എന്ന് പറയുക. അതായത് ജസ്റ്റ് ആ പെറ്റൽസും അങ്ങനെ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ലൈൻ കൊടുക്കുക. ലൈന് നല്ല ചെറിയ ലൈനാക്കിയിട്ട് കൊടുത്താൽ മതി. കണ്ടില്ല, അങ്ങനെ മുഴുവൻ പെറ്റൽസിൻ്റെയും ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഈ ഷെയ്ഡ് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ മുഴുവനായിട്ടും ഷെയ്ഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പെറ്റൽസൊക്കെ ഈ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ ബോൾഡാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നല്ല സിമ്പിളാണ്. 1-2 വട്ടം നല്ല പ്രാക്ടീസ് ചെയ്താൽ തന്നെ നമുക്കിത് വരയ്ക്കാൻ കഴിയുന്നൊരു ഫ്ലോറിലാണ് കേട്ടോ. കണ്ടോ, ഇതുപോലെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ബോൾഡാക്കി കൊടുക്കണം. അപ്പം നമ്മൾ ആദ്യം വരയ്ക്കുമ്പോൾ തന്നെ തിന്നായിട്ട് കൊടുക്കുമ്പോഴാണ് ഈ ഒരു ബോൾഡ് എടുക്കുമ്പോൾ ഈ ഒരു ഫ്ലോറിൽ ഭംഗിയായി കിട്ടുക കേട്ടോ. നമ്മൾ ഏത് ഫ്ലോറിൽ വരയ്ക്കുകയാണെങ്കിലും ആദ്യം നമ്മൾ തിന്നായിട്ട് തന്നെ വരയ്ക്കണം. അപ്പോൾ അങ്ങനെ മുഴുവൻ ഭാഗവും ബോൾഡാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആദ്യം സേള് വരച്ചു, പിന്നെ ഹംസ് വരച്ചു, പിന്നെ പെറ്റൽസ് കൊടുത്തു, പിന്നെ ഷെയ്ഡ് കൊടുത്തു, പിന്നെ അത് ബോൾഡാക്കി കൊടുത്തു. ഇത്രയേ ഉള്ളൂ നമ്മുടെ മൂന്നാമത്തെ ഫ്ലോറിൽ കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഒരു ഗ്രൂപ്പ് വരച്ച് നോക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലോറിൽ വരച്ച പോലെ തന്നെ സേളും ഹംസും ഒക്കെ വരച്ചിട്ട് പെറ്റൽസ് കൊടുത്ത് ഷെയ്ഡാക്കി ബോൾഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ്.
അപ്പോൾ അത് ഫുള്ളായതിന് ശേഷം ഈ ഒരു ഭാഗത്ത് നമ്മൾ അടുത്ത സേൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൽ തന്നെ ഹംസും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പെറ്റൽസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതൊക്കെ ഷെയ്ഡ് കൊടുത്ത് നമുക്കത് മുഴുവനും ബോൾഡാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് 2 ഫ്ലോറിൽ ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഇവിടെയാണ് സേൾ കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ വരച്ചതേപോലെ ഹംസും പെറ്റൽസും കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ വരച്ച അത്ര പെറ്റൽസ് വരില്ല, അടുത്ത 2ലും ഇതുപോലെ ഹംസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെറ്റൽസ് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പ് തന്നെ നമ്മൾ പെറ്റൽസ് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ 1, 2, 3 ഫ്ലോറിലില്ലേ, അതൊക്കെ നമുക്ക് ഒരുമിച്ചുകൊണ്ടൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ വീഡിയോ ചെയ്ത് തരുന്നുണ്ട്. കണ്ടെങ്കിൽ നമുക്ക് ഷെയ്ഡ് കൊടുക്കാം, പിന്നെ നമുക്ക് ബോൾഡാക്കി കൊടുക്കാം. അതൊക്കെ ഒന്ന് സ്പീഡാക്കിയതാണ് കേട്ടോ, സ്ലോ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ലെങ്ത്ത് കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സ്പീഡാക്കി കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഫുള്ളായിട്ടൊന്ന് ബോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഫ്ലോറൽസിൻ്റെ 3 എണ്ണം ഗ്രൂപ്പാക്കിയിട്ട് വരച്ചപ്പോൾ ഇതുപോലെയാണ് കിട്ടിയത്. ഇനി നമുക്കിതിൽ എലമെൻറ്റ്സ് കൊടുത്ത് ഭംഗി കൂട്ടാം. അപ്പോൾ എലമെൻറ്റ്സ് നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സൈഡിൽ ഇങ്ങനൊരു ലൈന്, ഇങ്ങനെ കേവ് ടൈപ്പിൽ ഇങ്ങനൊരു ലൈന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ താഴെ ഒന്നും കൂടെ ഒരു ലൈനും കൂടെ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ലൈനും അങ്ങനെ കൊടുത്തേക്കാണ് കേട്ടോ. ഞാൻ ഈ ഒരു എലമെൻറ്റ് അതായത് ഇങ്ങനെ ഇതിൽ ഡോട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ ഭംഗി കൂട്ടാനുള്ള എലമെൻറ്റ്സ് കൊടുക്കാം. നമ്മൾ ബേസിക് ഹെന്ന എലമെൻറ്റ്സ് ഫുള്ളായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എലമെൻറ്റ്സൊക്കെ എടുത്തിട്ട് ഇതിനെ ഭംഗി കൂട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ഈ ഒരു സൈഡിൽ കൊടുത്തത്. ഇനി നെക്സ്റ്റ് നമുക്ക് മറ്റേതിൽ കൊടുത്ത പോലെ ഇവിടെ ഫാൻസി സേൾ കൊടുക്കാം. ഫാൻസി സേളും ഒരു ലൈനും ഡോട്ടും ഇടാൻ ശേഷം നമുക്കൊരു വൈനും കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ടിയർ ഡ്രോപ്സിനെ വരച്ച് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇതുപോലെ ടിയർ ഡ്രോപ്സിനെ വരച്ച് കൊടുക്കാം. ഈ ടിയർ ഡ്രോപ്സിൻ്റെ സെൻറ്ററിലായിക്കൊണ്ട് നമുക്കൊരു വൈനും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഫ്ലോറലിൻ്റെ ഗ്രൂപ്പ് വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും തേർഡ് ഫ്ലോറിലും നോക്കിക്കഴിഞ്ഞു അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക. പിന്നെ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം.